വെണ്ടക്ക വെച്ചിട്ട് ചോറിലേക്കോ ചപ്പാത്തിയിലേക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കറിക്കോ ഉപ്പേരിക്കൊക്കെ പകരം ഈ ഒരു ഒറ്റ ഐറ്റം മതി കേട്ടോ ചോറിനാൻ വേണ്ടിയിട്ട്. വേറെ കറികളോ ഒന്നും വേണ്ട ഇതുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിൽ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കറിവേപ്പില, 1 ഇല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയാണോ വെണ്ടക്ക വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 8 or 10 വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെക്കൊന്നും വേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കാരണം വെണ്ടക്ക പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അതുപോലെ ഇതിങ്ങനെ ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് ഇതിലിങ്ങനെ ഒരു വഴുവഴുപ്പ് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് വരുന്നത് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് ആ ഒരു ഈ മസാലയൊന്നും കരിഞ്ഞു പോവാതെ ആ ഒരു വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ വെണ്ടക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മസാല ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെണ്ടക്കയും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെണ്ടക്കയിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും മതി. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് മസാലയൊക്കെ പിടിച്ച് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്